So friends, this is the last minute discussion on spectrum. So here I include all the chapters in a nutshell, so you can have a look at it what you have all studied, and important points only we are going to discuss. So first of all, turmeric. Turmeric is a poem. K. Sachidanandan എഴുതിയ പോം ആണ് ടേമറിക്, മഞ്ഞൾ എന്നർത്ഥം വരുന്ന. അതായത് ഗ്ലോബലൈസേഷൻ്റെ, ആഗോളവൽക്കരണത്തിൻ്റെയും ഇമ്പീരിയലിസത്തിൻ്റെയും സാമ്രാജ്യത്വത്തിൻ്റെയും ഒക്കെ കോൺസിക്വൻസസ്, അനന്തരഫലങ്ങൾ കാണിക്കുന്ന ടേമറിക്, മഞ്ഞൾ എന്നുള്ള ഈ ഒരു പോം ആദ്യം മലയാളത്തിലാണ് എഴുതിയിട്ടുള്ളത്, പിന്നീട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. അപ്പോൾ എങ്ങനെ ഇന്ത്യ പോലുള്ള തേർഡ് വേൾഡ് കൺട്രീസ് ഫസ്റ്റ് വേൾഡ് കൺട്രീസിനാൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു എന്നതാണ് ഇതിൽ നോക്കുന്നത്. IPR, പാറ്റേൺ ലോസ്, കോളനൈസേഷന്, ഇതൊക്കെ അതിൻ്റെ അനന്തരഫലങ്ങളാണ്. മഞ്ഞൾ എന്നുള്ള ഈ ഒരു സുഗന്ധദ്രവ്യം, മഞ്ഞൾ ഒരുപാട് സെലിബ്രേഷൻസിൽ, ഹോളി സെലിബ്രേഷൻസിൽ, മതപരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് മെഡിസിൻസ് ആയിട്ട്, ഈവൺ ആൻറ്റിസെപ്റ്റിക് ആയിട്ട്, ഈവൺ പാമ്പ് കടിച്ചാൽ പോലും വിഷം ഇറക്കാവുന്ന അത്തരം തരത്തിലുള്ള ഒരു മൂല്യമുള്ള വസ്തു എങ്ങനെ ഒരു എങ്ങനെ ഒരു കോസ്മെറ്റിക് പ്രൊഡക്റ്റ് മാത്രമായി മാറി, എങ്ങനെ ക്രീം മാത്രമായി മാറി, ബോട്ടിൽ ഒതുങ്ങുന്ന ഒരു ക്രീം മാത്രമായി മാറി എന്നാണ് ഈ ഒരു ടേമറിക് എന്നുള്ള പോമിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് നേറ്റീവ് വേർഡ്സ് ഉണ്ട്. പിന്നെ ഇത് കറികൾക്ക് സ്മെല്ല് കൂട്ടാൻ വേണ്ടി, ന്യൂ ബോൺ ബേബീസിന് തൊട്ടിൽ മുതൽ മരണം വരെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഈ ഒരു ടേമറിക്, വെഡ്ഡിങ്സിൽ, ഒരുപാട് സെറിമണീസിൽ, ചടങ്ങുകളിൽ ഒക്കെ ഉപയോഗിച്ച് ഈ ഒരു മഞ്ഞൾ, ഇറ്റ് വാസ് ഉണ്ണിയാർച്ച ഓഫ് ദി സബ് സോയിൽ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അതെങ്ങനെ മിയർ കോസ്മെറ്റിക് പ്രൊഡക്റ്റായി, ക്രീം മാത്രമായി ഒതുങ്ങി. ഗ്ലോബലൈസേഷൻ്റെ ഏറ്റവും കിരാതമായിട്ടുള്ള അനന്തരഫലങ്ങളെയാണ് ടേമറിക് എന്നുള്ള പോയത്തിലൂടെ K. സച്ചിദാനന്ദൻ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. സോ നെക്സ്റ്റ് പോയം, വാട്ട് വർക്ക് ഈസ്, ബൈ ഫിലിപ്പ് ലെവിൻ. ഫിലിപ്പ് ലെവിൻ ഒരു അമേരിക്കൻ പോയറ്റ് ലോറിയേറ്റ് ആയിരുന്നു. അദ്ദേഹം മാനുവൽ ലേബേഴ്സ്, അതായത് ഫാക്ടറി വർക്കേഴ്സിൻ്റെ കഷ്ടതകളെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. ഇറ്റ് ഈസ് ഓട്ടോബയോഗ്രഫിക്കൽ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ എടുത്ത ഒരുപാട് വർക്കുകളാണ് അദ്ദേഹം എഴുതാറുള്ളത്. അദ്ദേഹത്തിൻ്റെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആണ് അദ്ദേഹം എഴുതാറുള്ളത്. ഒരുപാട് ഫാക്ടറിയിൽ അദ്ദേഹം വർക്ക് ചെയ്തു. പോവർട്ടീസിനെ കുറിച്ച് ഇതിൽ സംസാരിക്കുന്നു. വർക്കിൻ്റെ മാഹാത്മ്യം, ഒരാളുടെ ഒരു ജോലിയുടെ മാഹാത്മ്യം, എസ്പെഷ്യലി ഹാൻഡ് വർക്കേഴ്സ്, മാനുവൽ ലേബേഴ്സ്, അവരെത്രത്തോളം കഠിനാധ്വാനം ചെയ്യുന്നു എന്നതാണ് ഇതിൽ പറയുന്നത്. പക്ഷെ സമൂഹം അതെങ്ങനെ കാണുന്നു, സമൂഹത്തിന് അത് എംപതൈസ് ചെയ്യാനുള്ള കഴിവുണ്ടോ എന്നൊക്കെ ഇതിൽ അന്വേഷിക്കുന്നു. അപ്പോൾ ഇതിലൊരു സ്റ്റോറി രൂപത്തിൽ ഒരു ഫോർട്ട് ഹൈലാൻഡ് പാർക്കിൽ ഒരുപാട് ആളുകൾ ക്യൂവിൽ നിൽക്കുകയാണ് ഒരു വർക്ക് ലഭിക്കാൻ വേണ്ടി. അപ്പോൾ ആ വർക്ക് ലഭിക്കാൻ വേണ്ടി ഒരുപാട് ആൾ ക്യൂ നിൽക്കുന്നതിൽ ഈ ഒരു ഓതറും ഉണ്ട്, ഫിലിപ്പ് ലെവിനുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരുപാട് മുന്നോട്ട് നോക്കുമ്പോൾ ഒരുപാട് ആളുകൾ ക്യൂവിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ അവരെല്ലാം ഹോപ്പ്ഫുള്ളുമാണ്, ഹോപ്പ്ലെസ്സുമാണ്. അവസാനം അവരോട് ഓണർ വന്ന് പറയുമെങ്കിലും, നിങ്ങൾക്ക് വർക്ക് ഇല്ല എന്ന് പറയുമെങ്കിലും, അത് അവർക്ക് അറിയാമെങ്കിലും, അവർ ചെറിയൊരു പ്രതീക്ഷയോട് കൂടി അവിടെ നിൽക്കുകയാണ്, എന്തെങ്കിലും ഒരു വർക്ക് ചെയ്തുകൊണ്ട് ഫാമിലിയെ കരകയറ്റണമെന്ന് വിചാരിച്ചുകൊണ്ട്. അപ്പോൾ ഫിലിപ്പ് ലെവിൻ്റെ ബ്രദർ ആണെന്ന് വിചാരിച്ചുകൊണ്ട് മുന്നിലുള്ള ഒരാളെ തട്ടുകയും, പക്ഷേ അത് ബ്രദർ ആയിരുന്നില്ല യഥാർത്ഥത്തിൽ. പിന്നെ നോക്കുമ്പോഴാണ് അത് ബ്രദറല്ല എന്ന് മനസ്സിലായത്. അദ്ദേഹത്തിൻ്റെ ഷോൾഡറും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴാണ് ഇത് ബ്രദറല്ല. പക്ഷെ ഒരു ബ്രദർഹുഡ് ഫീലിംഗ് ഇവിടെ വരുന്നു. വർക്കേഴ്സ് എല്ലാവരും യൂണിറ്റിയിലാണെന്ന് കാണിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ബ്രദർ 8 മണിക്കൂറോളം ഫാക്ടറികളിൽ വർക്ക് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ വാഗ്നറിൻ്റെ ഒപ്പേരയിൽ പാടുക എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു പകലും രാത്രിയുമുള്ള ഈ അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനം, വർക്കിൻ്റെ മാഹാത്മ്യം ഇതൊക്കെ ഇതിൽ കാണിക്കുന്നു. റീഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഡെഫിനിഷൻ, അതിനെ നിർവചിക്കാനേ കഴിയൂ, എന്താണ് വർക്ക് എന്ന് നിർവചിക്കാനേ കഴിയൂ. പക്ഷേ ഒരു ജോലിയുടെ മാഹാത്മ്യം, മാനുവൽ ലേബേഴ്സിൻ്റെ, ഫാക്ടറി വർക്കേഴ്സിൻ്റെ ആ ഒരു കഠിനാധ്വാനം അവർക്ക് മാത്രമേ മനസ്സിലാവൂ, അത് ചെയ്തവർക്ക് മാത്രമേ മനസ്സിലാവൂ എന്നാണ് ഫിലിപ്പ് ലെവിൻ ഇതിലൂടെ പറയുന്നത്. അദ്ദേഹം റീഡേഴ്സിൽ ഒരു എമ്പതി സൃഷ്ടിക്കുകയാണ്, അവരോടൊപ്പം കഷ്ടതകളിൽ പങ്കുചേരാൻ അദ്ദേഹം ജനറേറ്റ് ചെയ്യാണ് അത്തരമൊരു തീംസ്. ഇനി നെക്സ്റ്റ് പോം നോക്കാം.
നെക്സ്റ്റ് പോം ഹോം ആണ്. ഹോം ബൈ വാട്സൺ ഷെയർ. അദ്ദേഹം ഒരു കെനിയൻ പോയറ്റാണ്. അദ്ദേഹം ലണ്ടനിൽ ഒരുപാട് കാലം ജീവിച്ചു, അഭയാർത്ഥിയായിട്ട് ഒരുപാട് കാലം ജീവിച്ചു. അപ്പോൾ അഭയാർത്ഥികളുടെ പ്രശ്നമാണ് ഹോം എന്നുള്ള പോമിലൂടെ അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത് ആരും തന്നെ അഭയാർത്ഥികൾ ആരും തന്നെ അവരുടെ ഹോം വിട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അവർക്ക് നിർബന്ധിതാവസ്ഥ വന്നു. ഒരു കത്തിക്കൊണ്ടിരിക്കുന്ന സിറ്റിയേക്കാളും പട്ടണത്തിലേക്കാളും ബെറ്റർ ഒരു ജയിലർ തന്നെയാണ്. അതായത് അവരുടെ കഴുത്തിൽ കത്തി വെച്ചുകൊണ്ടാണ് അവരെ ആട്ടി ഓടിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് വേറെ നിക്കപ്പൊറുതിയില്ലാതെയാണ് അവർ പോകുന്നത്, റെഫ്യൂജികളായിട്ട് അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ കല്ലുകൾ വിഴുങ്ങുന്നതിനേക്കാൾ നല്ലത് അവർ അവിടെ വിട്ട് പോവുകയാണെന്നാണ് പറയുന്നത്. അവർക്ക് എത്ര പരിഹാരശ്രമേറ്റാലും അവർക്ക് പ്രശ്നമില്ല. പക്ഷെ അതിനേക്കാളും കഠിനമാണ് ഈ ഒരു ഹോമിലുള്ള ജീവിതം. അവരുടെ വീട് വിട്ട് അവർക്ക് പോകാൻ ആഗ്രഹമില്ലെങ്കിലും പക്ഷെ നിക്കപ്പൊറുതിയില്ലാതെ അവർ അവിടെ നിന്ന് പോവുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോകത്തിന് ഫുൾ സ്റ്റോപ്പ് ഒന്നുമില്ല, കാരണം അത് റെസ്റ്റ്ലെസ്നെസ് ആണ് കാണിക്കുന്നത്. അവർ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഒരു സ്ഥലത്തും അവർക്ക് സുരക്ഷിതത്വം കിട്ടുന്നില്ല, ആരും അവരെ വെൽക്കം ചെയ്യുന്നില്ല. അപ്പം ഒരു കൺട്രിയിൽ നിന്ന് മറ്റൊരു കൺട്രിയിലേക്ക് അവർ മൈഗ്രേറ്റ് ചെയ്യാണ്. അപ്പോൾ നോ വൺ ലീവ്സ് ദ ഹോം അൺലെസ് ഹോം ഈസ് മൗത്ത് ഓഫ് എ ഷാർക്ക്. ഒരു സ്രാവിൻ്റെ മൗത്ത് പോലെയായിരുന്നു അവരുടെ ഹോം. അവർ ഓക്സിഡൻസ് അവരെ വിഴുങ്ങാൻ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ റെഫ്യൂജീസിൻ്റെ പ്രശ്നമാണ് ഇവിടെ കാണിക്കുന്നത്. മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകുന്ന കാസ്റ്റീസം, കോൺഫ്ലിക്ട്സ്, ഇതൊക്കെയാണ് ഒരു വാറിലേക്ക് നയിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെയാണ് ഹോം എന്നുള്ള പോമിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് പോം നോക്കാം. നോ മെൻ ആർ ഫോറിൻ ബൈ ജെയിംസ് കിർക്കപ്പ്. അദ്ദേഹം ഒരു ഇംഗ്ലീഷ് പോയറ്റ് ആയിരുന്നു. സർറിയലിസ്റ്റിക് ആയിട്ട് വളരെ സൂക്ഷ്മമായിട്ടായിരുന്നു അദ്ദേഹം കവിതകൾ എഴുതിയിരുന്നത്, വിത്ത് ഇമേജസ്. അദ്ദേഹം സെക്കൻഡ് വേൾഡ് വാറിനെതിരെ ശബ്ദിച്ചു. അദ്ദേഹം പറയുന്നത് എല്ലാവരുടെ അടുത്തും ഹ്യൂമാനിറ്റി ഉണ്ട്, മനുഷ്യത്വമുണ്ടെന്നാണ്. അദ്ദേഹം റേസിസത്തിനെതിരെയും ഫോറിൻസിനെതിരെയുള്ള ഫിയറിനെതിരെയും അദ്ദേഹം ശബ്ദിച്ചു. ഒരാൾ ഫോറിൻ ആകാൻ കാരണം എന്താണെന്നും അദ്ദേഹം പറയുന്നു. ആരും വിദേശിയല്ല ഇവിടെ, വിദേശിയായിട്ട് ആരെയും കാണേണ്ടതില്ല. എല്ലാവരും ഒരേ എയറാണ് ബ്രീത്ത് ചെയ്യുന്നത്, ഒരേ സമയമാണ് എല്ലാവരും ഉറങ്ങുന്നത്, കിടക്കുന്നത്, ഒരേ സമയമാണ്. എല്ലാവർക്കും ഒരേ പ്രകൃതമാണുള്ളത്. നമുക്ക് സ്നേഹിച്ചാൽ മാത്രമേ, സ്നേഹത്തിൽ നിന്ന് മാത്രമേ ശക്തി കിട്ടുകയുള്ളൂ. മറ്റുള്ളവർ വെറുക്കുന്നതിലൂടെ നമ്മൾ സ്വയം വെറുക്കുകയാണ്. അതുപോലെ തന്നെ യൂണിവേഴ്സൽ ലവ് ആൻഡ് ബ്രദർഹുഡ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു. ആരും ഇവിടെ അപരിചിതരല്ല, എല്ലാവരും അവരുടേതായിട്ടുള്ള മനസ്സിൽ ചെറിയ ഡിവിഷൻസ് സൃഷ്ടിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അത്തരം പ്രശ്നങ്ങളൊക്കെ എല്ലാം മാറ്റി നിർത്തണം. എല്ലാവരുടെ അടുത്തും ഹ്യൂമാനിറ്റി ഉണ്ട്, മനുഷ്യത്വമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി നെക്സ്റ്റ് പോം ഡെത്ത് ഫ്യൂഗ് ബൈ പോൾ സിലൻ. റൊമാനിയൻ റൈറ്ററാണ്. അദ്ദേഹത്തിൻ്റെ പാരൻസിനെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് പറഞ്ഞയച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫാദർ ടൈഫസ് ഫീവർ കൊണ്ടാണ് മരിച്ചത്. അദ്ദേഹം നാസി ജർമ്മനിയിലെ ഹോളോകാസ്റ്റിൽ അദ്ദേഹം ഇരയായിരുന്നു. ഹിറ്റ്ലർ, മുസോളിനി എന്നിവർ 6 മില്യൺ ജൂസിനെ അവിടെ കൊന്നിരുന്നു. അത്തരം കാര്യങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യാണ് അദ്ദേഹം. ഓഷ്വിറ്റ്സ് ക്യാമ്പിലുള്ള അനുഭവം, അതുപോലെ തന്നെ അവിടുത്തെ ഓഫീസേഴ്സ് അവർക്ക് തന്നെ ഗ്രേവ് യാർഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ അവരെ നിർബന്ധിക്കുകയായിരുന്നു. മാത്രമല്ല അവരുടെ ഈ ഗ്രേവ് യാർഡ്സ് കുത്തുമ്പോൾ അവരോട് മ്യൂസിക്കുകൾ വലിയ ശബ്ദത്തിൽ പ്ലേ ചെയ്യാൻ ആവശ്യപ്പെടുമായിരുന്നു. ഈ അണീവൺ ലൈൻസ് ആണ് ഈ ഒരു പോംസിൽ. ഒന്നും നേരെയുള്ള ലൈൻസ് അല്ല, അതായത് ഇന്ററപ്റ്റഡ് ലൈൻസ് ആണ് ഇവിടെ. അത് കാണിക്കുന്നത് അവരുടെ കഷ്ടതകളും ഫിയർ ഓഫ് ഡെത്തും ട്രാജിക്കും ഒക്കെയാണ്. അവിടെ പങ്ക്ച്വേഷൻ കൊടുത്തിട്ടില്ല. റിഫ്രൈൻ ഇവിടെ എന്താണെന്ന് വെച്ചാൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ലൈന്, ബ്ലാക്ക് മിൽക്ക് ഓഫ് ഡേ ബ്രേക്ക് വി ഡ്രിങ്ക് ഇറ്റ് അറ്റ് നൈറ്റ് ഫാൾ. പകലും രാത്രിയിലും ഒക്കെ കുടിക്കുന്നത് ഒരേ പാലാണ്. സൂര്യോദയത്തിൽ കുടിക്കുന്ന ബ്ലാക്ക് മിൽക്കാണ് അവർ കൊടുക്കുന്നത്. അവരുടെ ഗാർഡ്സിനെ പറ്റി പറയുന്നുണ്ട്. ഗാർഡ്സ് എപ്പോഴും അവരെ ഫ്രൈറ്റൻ ചെയ്യുന്നുണ്ട്, പാമ്പുകളുമായിട്ട് കളിക്കുന്നുണ്ട്. അവർ ഗോൾഡൻ ഹെയർ ആണ് അവരുടേത്. ഷുലാമിൻസ് ബ്ലാക്ക് ആണ് ജൂവിൻ്റേത്. അപ്പോൾ ജർമ്മൻ ജൂ കമ്പാരിസൺ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ
അപ്പോൾ അവരുടെ ബോഡീസ്, ചില ആളുകളുടെ ബോഡീസ് എല്ലാം കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്നും കൂട്ടമായിട്ട് കത്തിച്ചിരുന്നു. അവരുടെ ഫ്യൂംസ്, അവരുടെ പുകകൾ കത്തിച്ചാമ്പലായിട്ടുള്ള ഈ അവരുടെ പുകകൾ സ്കൈയിലേക്ക് പോകുമ്പോൾ അത് അവിടെ ആകാശത്ത് ഒരുപാട് സ്പേസസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ അവിടെ സുരക്ഷിതരാണ് എന്നാണ്, ദൈവം റിവെഞ്ച് ചെയ്യും എന്നാണ് ഇതിലൂടെ പോൾ സിലൻ പറയുന്നത്. ഇനി നെക്സ്റ്റ് പോകാൻ നോക്കാം. കെയറിംഗ് ഫോർ അനിമൽസ് ബൈ ജോൺ സിൽക്കൻ. അദ്ദേഹം ഒരു ഇംഗ്ലണ്ടിൽ നിന്ന് വരുന്ന ഓതറാണ്. അദ്ദേഹം പീസബിൾ കിങ്ഡം എന്നുള്ള കളക്ഷനിലാണ് കെയറിംഗ് ഫോർ അനിമൽസ് എടുത്തത്. മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ള അഭേദ്യമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഇത് പറയുന്നത്. ഹ്യൂമൻസും ആനിമൽസും തമ്മിലുള്ള ബന്ധം. അദ്ദേഹം ചോദിക്കുന്നു, കാറ്റ്സിനെയും ഡോഗ്സിനെയും ഹോഴ്സസിനെയും ഒക്കെ റിസർവ് ചെയ്യണോ, പ്രൊട്ടക്റ്റ് ചെയ്യണോ എന്നുള്ള ചോദ്യത്തിന് ആകാശം റിപ്ലൈ തരുന്നില്ല. അവരും മനുഷ്യരെ പോലെ ഫസ്റ്റ് എയ്ഡ് അവരും അർഹിക്കുന്നു. എന്തിനാണ് ഇത്തരം മൃഗങ്ങളെ, അതായത് ചെറിയ ശരീരമുള്ള നല്ല ചൂടന്മാരായിട്ടുള്ള നല്ല ആംഗ്രി ആയിട്ടുള്ള ഇത്തരം മൃഗങ്ങളെ എന്തിനാണ് സൃഷ്ടിക്കുന്നതെന്ന് അദ്ദേഹം ചോദിക്കുന്നു. ചെവി നഷ്ടപ്പെട്ട ഡോഗ്സിനെയും മനുഷ്യനെ വിളിച്ചു കൊണ്ടുപോകുന്ന കുതിരവണ്ടിയെയും കുതിരകളെയും ഒക്കെ സംരക്ഷിക്കണം. അവരൊക്കെ സ്വർഗത്തിൽ പരിരക്ഷിക്കപ്പെടുന്നവരാണ്. ബീറ്റൺ കാറ്റിനെയും ബ്ലൈൻഡഡ് ഓളിനെയും മനുഷ്യൻ ട്രാപ്പ് ചെയ്ത സ്ക്വിരലിനെയും എല്ലാം നമ്മൾ എടുത്തു കൊണ്ടുപോകണം. അവർക്ക് മനുഷ്യന് കൊടുക്കുന്ന നമ്മുടെ ബ്രദേഴ്സിന് കൊടുക്കുന്ന അതേ ലവ് ആൻഡ് അഫെക്ഷൻ, നമ്മുടെ കിറ്റ് ആൻഡ് കിങ്സിന് കൊടുക്കുന്ന അതേ ലവ് ആൻഡ് അഫെക്ഷൻസ് അവർക്കും കൊടുക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ അനിമൽസിനോട് ഉള്ള ദയ കൂടുമ്പോൾ നമുക്ക് എല്ലാ മനുഷ്യരോടുമുള്ള ദയ കൂടും, നമ്മുടെ ഫെലോ ബീയിങ്സിനോടുള്ള ദയയും കൂടുമെന്നാണ് അദ്ദേഹം കെയറിംഗ് ഫോർ അനിമൽസിലൂടെ പറയുന്നത്. ഇനി ലവ് അക്രോസ് ദി സാൾട്ട് ഡെസേർട്ട്, ഇതൊരു ഷോർട്ട് സ്റ്റോറിയാണ്. KGN തെരുവാല, ഇന്ത്യൻ റൈറ്ററാണ് എഴുതിയത്. അദ്ദേഹത്തിന് 1984 പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. സ്വാഡ് ആൻഡ് അബീസ് എന്നുള്ള കളക്ഷനിലാണ് ഇത് പബ്ലിഷ് ചെയ്തത്. ഈ ഒരു ഷോർട്ട് സ്റ്റോറിയുടെ ബേസിൽ JP ദത്ത ഒരു റെഫ്യൂജി എന്നുള്ള ഫിലിം എഴുതിയിട്ടുണ്ട്. ഇത് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ഇതിനെ. ഇതിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് നജാബാണ്. നജാബ് എന്ന് പറയുന്നത് അദ്ദേഹം സ്നേഹത്തിൻ്റെ മുന്നിൽ ഒന്നും തടസ്സമല്ല. അത് കൺട്രീസിൻ്റെ ബോർഡർ ആണെങ്കിലും അതിർത്തിയാണെങ്കിലും പ്രശ്നമില്ല. ഏത് രാജ്യവും ഏത് മരുഭൂമി താണ്ടിയും തൻ്റെ പ്രിയതമയെ സ്വന്തമാക്കുമെന്നുള്ള ദൃഢനിശ്ചയത്തിൽ ഫാത്തിമ എന്നുള്ള ഗേളിനെ സ്വന്തമാക്കുകയാണ്. അപ്പം അദ്ദേഹം ഒരു 10 ലീഫ് സെല്ലർ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫാദറാണ് അഫ്താബ് പറഞ്ഞിരുന്നു, തൻ്റെ കോൺസെൻറ്റ് കൂടാതെ, എൻ്റെ അനുവാദം കൂടാതെ നീ പുറത്തിറങ്ങരുത്. പക്ഷെ അദ്ദേഹം 20 വയസ്സേ അദ്ദേഹത്തിനായിട്ടുള്ളൂ. പക്ഷെ അദ്ദേഹം അതെല്ലാം മറികടന്നുകൊണ്ട് അദ്ദേഹം പോവുകയാണ് ഫാത്തിമയെ സ്വന്തമാക്കാൻ. കാലിഷ, അദ്ദേഹത്തിൻ്റെ ഫാദർ കുറച്ചൊരു കണ്ണിങ് ആയിരുന്നു. കാലിഷ എന്ന് പറയുന്നത് ഫാത്തിമയുടെ ഫാദറാണ്. അപ്പോൾ കാലിഷ ഒരു സ്പൈസ് സെല്ലറായിരുന്നു. അപ്പം അങ്ങനെ ഫാത്തിമയെ സ്വന്തമാക്കാൻ വേണ്ടി അദ്ദേഹം സ്വന്തം രാജ്യത്തിൻ്റെ അതിർത്തി വിട്ട് പോവുകയാണ്. ലീഫ് സെല്ല് ചെയ്യാൻ എന്നുള്ള വ്യാജേന അദ്ദേഹം പോവുകയാണ്. ഫാത്തിമക്കും നജാബിന് ഇഷ്ടമാണ്. പിന്നെ നജാബ് അദ്ദേഹത്തിൻ്റെ കെയ്മേൽമ കയറി പോവുകയാണ്. ആൻഡ് ഇതിന് നജാബിനെ സമ്മതിച്ചത് അദ്ദേഹത്തിൻ്റെ മദറായിരുന്നു. അദ്ദേഹത്തിൻ്റെ മദർ നജാബിന് ജ്വല്ലറി കൊടുത്തു. എന്നിട്ട് ക്ലൗ പർച്ചേസ് ചെയ്യാൻ പറഞ്ഞു കാലിഷാൻ്റെ അടുത്ത്. കാലിഷാൻ്റെ അടുത്തേക്ക് പോലീസുകാർ ഒന്ന് ചോദിക്കുകയാണ്, ഇവിടെ ഒരാൾ നിൽപ്പുണ്ടല്ലോ. അപ്പോൾ കാലിഷ പറഞ്ഞു ഇല്ലാന്ന്. അപ്പോൾ ഫാത്തിമ പറഞ്ഞു, ഇവിടെ ഉണ്ട്, ഒരു അതിഥി ഉണ്ട്, അദ്ദേഹം എന്തോ സെല്ല് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അദ്ദേഹം ആലയിലാണ് കിടക്കുന്നത്. ഇന്നലെ രാത്രി അവിടെയായിരുന്നു കഴിഞ്ഞിരുന്നത്. അപ്പോൾ നജാബിനെ കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് ദേഷ്യം വന്നു. അപ്പോൾ നജാബ് പറഞ്ഞു, ഞാൻ ക്ലൗ വാങ്ങാൻ വേണ്ടി വന്നതാണ്. ഈ ജ്വല്ലറി കൊടുത്താണ്ട് കാലിഷയുടെ കയ്യിൽ നിന്നും ക്ലൗ വാങ്ങാൻ വന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് എനിക്ക് ആ ക്ലൗ തരണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ കാലിഷക്ക് ഹാപ്പിയായി. പക്ഷെ നജാബ് ആ ഒരു രാത്രി തന്നെ അദ്ദേഹത്തിൻ്റെ ക്യാമൽമേൽ ഫാത്തിമയും കൂട്ടിക്കൊണ്ട് തൻ്റെ രാജ്യത്തേക്ക് പോവുകയാണ്. എന്നിട്ട് അവിടെ താമസമാക്കുകയാണ്. അപ്പോൾ ഫാത്തിമ അവിടെ വന്നപ്പോൾ
വരൾച്ചയെല്ലാം മാറി അവിടെ നല്ല മഴയാണ്. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ലവ് അക്രോസ് ദി സാൾട്ട് ഡെസേർട്ട്. നെക്സ്റ്റ് ഈസ് ജമൈക്കൻ ഫ്രാഗ്മെന്റ് ബൈ എൽ ഹെൻഡ്രിക്. അദ്ദേഹം ഒരു ജമൈക്കൻ പോയറ്റാണ്. കരീബിയൻസിന്റെ ലൈഫാണ്. റേഷ്യൽ ഡിവിഷനെതിരെ അദ്ദേഹം ശബ്ദിച്ചു. ഈക്വാലിറ്റിക്കും വേണ്ടി അദ്ദേഹം ശബ്ദിച്ചു. ഇതൊരു പേഴ്സണൽ എസ്സേ ആണ്. അദ്ദേഹം ഒരുപാട് തമാശകളും ഐറണികളും ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോൺഫ്ലിക്റ്റ്, അതായത് നമ്മുടെ പ്രെജുഡൈസസ് എത്രത്തോളം തെറ്റാണെന്നാണ്, നമ്മുടെ മുൻവിധികൾ, റേസിസത്തിനെ കുറിച്ചുള്ള നമ്മുടെ മുൻവിധികൾ എത്രത്തോളം തെറ്റാണെന്നാണ്. ഒരു ദിവസം അദ്ദേഹത്തിന്റെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആണ്. അദ്ദേഹം ഒരു ബ്ലാക്ക് ബോയ് വൈറ്റ് ബോയ് ഇവർ രണ്ടുപേർ കളിക്കുന്നത് കണ്ടപ്പോൾ വൈറ്റ് ബോയ് ബ്ലാക്ക് ബോയിനോട് കുറച്ച് കാര്യങ്ങൾ ഓർഡർ ചെയ്യാണ്. വെള്ളക്കുപ്പി എടുത്ത് കൊണ്ടുവരും, എല്ലാം ഓർഡർ ചെയ്യുകയാണ്, കൽപ്പിക്കുകയാണ്. അപ്പം അദ്ദേഹം ഓർഡർ വിചാരിക്കുകയാണ് വൈറ്റ് ബ്ലാക്കിനെ സപ്രസ് ചെയ്യാണ്, അടിച്ചമർത്താണ്. പക്ഷേ പിറ്റേ ദിവസം നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. ബോസ് ആയിട്ട് ബ്ലാക്ക് ബോയ് ആണ്, സെർവൻ്റ് ആയിട്ട് വൈറ്റ് ബോയ് ആണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇതൊരു ഉത്കണ്ഠ തോന്നുകയും പെട്ടെന്ന് തന്നെ ആ ഗേറ്റിൻ്റെ അരികെയുള്ള ഒരാളെ സമീപിക്കുകയും, ഗേറ്റിൻ്റെ അരികെ ഇതൊക്കെ വാച്ച് ചെയ്തുകൊണ്ട് ഒരാളുണ്ട്. അപ്പോൾ അദ്ദേഹം വിചാരിക്കുന്നത് ഈ ഒരു ആള്, ഗേറ്റിൻ്റെ അടുത്തുള്ള ആള് മേ ബി അദ്ദേഹം വിചാരിക്കുന്നുണ്ടാകാം ഒരിക്കൽ ബ്ലാക്ക് വൈറ്റിനെ ഡിഫീറ്റ് ചെയ്യുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുക്കൽ പോയപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് അദ്ദേഹം മറ്റാരുമായിരുന്നില്ല, അവരുടെ ഫാദർ ആയിരുന്നു. അവർ കളിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വൈഫ് ഒരു ബ്രൗണിഷ് വിമൻ ആയിരുന്നു. അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല എന്ന് അവർ പറയുകയാണ്. So this is all about Jamaican fragment. So let's now look at to the next part. UN speech by Malala Yousafzai. We know her very well. 2013 ജൂലൈ 12 അവരുടെ 16th ബർത്ത്ഡേയിലാണ് ഈ ഒരു UN സ്പീച്ച് ഡെലിവറി ചെയ്തത്. അവരൊരു സ്വാറ്റ് വാലിയിലെ നേറ്റീവ് ആയിരുന്നു. ഖൈബർ പാത്തുങ്കോ എന്നുള്ള സ്ഥലത്തായിരുന്നു അവർ. അപ്പോൾ അവരെ താലിബാൻ തീവ്രവാദികൾ 2012 ഷോട്ട് ചെയ്തിരുന്നു. പക്ഷേ താലിബാനെതിരെ റിവെഞ്ച് ചെയ്യുക, ടെററിസ്റ്റുകൾക്കെതിരെ റിവെഞ്ച് ചെയ്യുക എന്നുള്ളതായിരുന്നല്ല അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. പക്ഷേ അവരുടെ നയങ്ങളെ എതിർക്കുക എന്നുള്ളതായിരുന്നു, അവരുടെ മോട്ടോകളെ എതിർക്കുകയായിരുന്നു. അവർ ഗേൾസിനെയും ചിൽഡ്രനെയും ഒക്കെ കിരാതമായിട്ട് ആക്രമിച്ചിരുന്നു. അവരുടെ ഫസ്റ്റ് ബുക്കാണ് ഐ ആം മലാല, ദ ഗേൾ ഹൂ സ്റ്റുഡ് അപ്പ് ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് വാസ് ഷോട്ട് ബൈ താലിബാൻ. 2014 നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഷെഖാരോവ് പ്രൈസ് ഫോർ ഫ്രീഡം എന്ന് കിട്ടിയിട്ടുണ്ട്. ഗേൾസ് എഡ്യൂക്കേഷനെയും വിമൻസ് റൈറ്റിനെയും ഗവൺമെൻറ്റിൻ്റെ പോളിസീസ് ഇതൊക്കെ സ്ട്രെങ്തൻ ചെയ്യാൻ അവർ ഒരുപാട് പോരാടി. ഇല്ലിട്രസിക്കെതിരെയും പോവർട്ടിക്കെതിരെയും ടെററിസത്തിനെതിരെയും നമ്മൾ പോരാടിയേ പറ്റൂ. അതൊക്കെ ഒരു എംപവേർഡ് സ്റ്റേറ്റിന് ചേർന്നതല്ല, ഒബ്സ്റ്റക്കിൾസ് ആണ് എന്നാണ് പറയുന്നത്. അവർ ബാൻ കി മൂൺ, സെക്രട്ടറി ജനറൽ ഓഫ് UN നന്ദി പറയുകയാണ്. മിസ്റ്റർ ഗോർഡനും നന്ദി പറഞ്ഞുകൊണ്ടാണ് സ്പീച്ചിലുടനീളം അവർ പറയുന്നത്. അതായത് പ്രൊഫറ്റ് മുഹമ്മദ്, ജീസസ് ക്രൈസ്റ്റ്, ലോർഡ് ബുദ്ധ ഇവരെയൊക്കെ അവർ പ്രതിപാദിക്കുന്നുണ്ട്. അവരൊക്കെ അവരുടെ പ്രീച്ചിങ്സ് എത്രത്തോളം അവർക്ക് ഉപകാരമാകുന്നുണ്ട് ലൈഫിൽ എന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ ആരോഗ്യരക്ഷയ്ക്ക് വേണ്ടി സഹായിച്ചവരെ, ആരോഗ്യരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്ക് അവർ നന്ദി പറയുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട് ഒരു തോക്കിനും ആരുടെയും നോളജിൻ്റെ കൊഞ്ചിനെ, ദാഹത്തെ തീർക്കാൻ കഴിയില്ല. അപ്പോൾ പവർ ഓഫ് ബുക്സ് ആൻഡ് പെൻസ്, പെൻ ഈസ് മൈറ്റിയർ ദാൻ സ്വാർഡ് എന്ന് പറയുന്നുണ്ട്. വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ് പെന്ന്, ബുക്ക് എന്നിവയൊക്കെ. അപ്പോൾ ഇസ്ലാം ആസ് എ റിലീജിയൻ ഓഫ് പീസ്, ഹ്യൂമാനിറ്റി ആൻഡ് ബ്രദർഹുഡ് എന്ന് പറയുന്നുണ്ട്. കാസ്റ്റിനെതിരെയും ക്രീഡിനെതിരെയും റിലീജിയൻ്റെ എതിരെയുമുള്ള പ്രെജുഡൈസസ്, നമ്മുടെ മുൻവിധികൾ നമ്മൾ മാറ്റി നിർത്തണമെന്ന് പറയുന്നുണ്ട്. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് UN സ്പീച്ച്. നെക്സ്റ്റ് ഈസ് ദ ബിഗ് ഫിഷ് ബൈ NP ഹാഫിസ് മുഹമ്മദ്. അദ്ദേഹം ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് ന്യൂ എക്കണോമിക് പോളിസി, ഗ്ലോബലൈസേഷൻ്റെ ആഫ്റ്റർ എഫക്റ്റിനെ പറ്റി, ലിബറലൈസേഷൻ്റെ ആഫ്റ്റർ എഫക്റ്റിനെ പറ്റി, പ്രൈവറ്റൈസേഷൻ്റെ ആഫ്റ്റർ എഫക്റ്റിനെ പറ്റിയാണ് അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നത്, അതിൻ്റെ അനന്തരഫലങ്ങൾ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഓൾഡർ വേ ഓഫ് ലൈഫ് തകർക്കുന്നുണ്ട്, നമ്മുടെ ട്രഡീഷണാലിറ്റി തകർക്കുന്നുണ്ട്. സ്മോൾ സ്കെയിൽ ഫാർമേഴ്സിനെ വളരെയധികം ഇത് ബാധിക്കുന്നുണ്ട്, അഡ്വേഴ്സായിട്ട് ബാധിക്കുന്നുണ്ട്.
സോ ഇത് ചെറിയ മീനുകളും വലിയ മത്സ്യവും എന്നുള്ളതിൻ്റെ ട്രാൻസ്ലേഷൻ ആണ്. ഗ്ലോബലൈസേഷൻ ആഫ്റ്റർ എഫക്റ്റിനെ പറ്റിയാണ് ഇത് പറയുന്നത്. ഇതിൽ മെയിൻ ക്യാരക്ടർ പ്രോട്ടോണിസ്റ്റ് എന്ന് പറയുന്നത് ആലസൻ കുട്ടിയാണ്. ആലസൻ കുട്ടി ആൻഡ് മറിയം അദ്ദേഹത്തിൻ്റെ വൈഫാണ്. അപ്പോൾ ഒരിക്കൽ ഒരു ഏജൻറ്റ് അവരുടെ വീട്ടിൽ വന്ന് പറയുകയാണ്, അലസൻ കുട്ടി ഒരു ട്രഡീഷണൽ ആളായിരുന്നു, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന് പറയാണ്, നിങ്ങൾക്കൊരു ഫിഷ് ഫാമിംഗ് തുടങ്ങിക്കൂടെ, ഫിഷ് ഫാമിംഗ് നടത്തിക്കൂടെ, ഓൾറെഡി അവിടെ ഫിഷ് ഉണ്ട്, പക്ഷേ ചെറിയ ഫിഷുകളാണ്, ഇനിയൊരു മൾട്ടി ഫെസിലിറ്റിയോട് കൂടിയുള്ള ഫിഷസ് നിങ്ങൾക്ക് വളർത്തിക്കൂടെ എന്ന് പറയാണ്. അപ്പോൾ അവിടെ മറിയം ഇമോഷണൽ സ്പെൻഡർ ആവാണ്. അത് കേട്ടപാട് തന്നെ അതിനോട് പ്രതികരിക്കാണ്, നമുക്ക് നടത്തിക്കൂടെ, നമുക്ക് വിവാഹം കഴിപ്പിക്കാൻ മക്കളില്ലേ, അപ്പോൾ നമുക്ക് പണം വേണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൺവിൻസ് ചെയ്യാണ് അലസൻ കുട്ടിയെ. പക്ഷേ മനസ്സിലാവനസോട് കൂടി അലസൻ കുട്ടി സമ്മതിക്കുകയാണ്. അപ്പോൾ ഈ ബിഗ് ഫിഷ് എന്ന് കൊണ്ട് അർത്ഥമാക്കുന്നത് ഇവിടെ മൾട്ടിനാഷണൽ കമ്പനീസ് ആണ്. അപ്പോൾ അദ്ദേഹം ഓരോ സമയത്തും ബിഗ് ഫിഷിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പോണ്ടിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത് ഈ ബിഗ് ഫിഷ് തടിച്ചു കൊഴുത്തു വരുന്നു ദിവസം കൂടുന്തോറും. കാരണം അത് ചെറിയ ചെറിയ മീനുകളെ, പരൽ മീനുകളെയൊക്കെ, ചെറിയ മീനുകളെ ഈ ബിഗ് ഫിഷ് വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മൾട്ടിനാഷണൽ കമ്പനീസ് എങ്ങനെ സ്മോൾ സ്കെയിൽ ഫാർമേഴ്സിനെ അഡ്വൈസായിട്ട് ബാധിക്കുന്നു എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ ഒരു രക്തം ഊറ്റി കുടിക്കുന്ന മോൺസ്റ്റർ ആയിട്ടാണ് ബിഗ് ഫിഷിനെ കാണിക്കുന്നത്. ഡോക്ടർ കെ.എം. ഷെരീഫാണിത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. സോ ഡിവൈഡ് ടൈംസ് ബൈ അമാൻഡ മൈക്കലോപ്ലോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ പറയുന്നത് എല്ലാ ഹീറോസും ആൻറ്റി ഹീറോസ് എന്നാണ്. അതായത് ഒരു ഹീറോകൾക്കും അവകാശപ്പെടാൻ കഴിയില്ല, അത് നമ്മൾ പൂർണ്ണമായിട്ടും ഹീറോകളാണ്. ക്ലാസിക്കൽ ടെക്സ്റ്റിൽ നിന്നും നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, ഹീറോക്ക് വേണ്ടിയുള്ള ഐഡിയൽ ക്വാളിറ്റീസ് ഒന്നും ഇവർക്കില്ല. അവർക്കൊക്കെ എന്തൊക്കെ വീക്ക്നെസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലിറ്ററേച്ചർ എപ്പോഴും ഒപ്പമാണ്, അതായത് മാർജിനലൈസ്ഡ്, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയ്ക്കൊപ്പമാണെന്ന് കാണിക്കാനാണ് അദ്ദേഹം പറയുന്നത്. ഷേക്സ്പിയറിന്റെ ഹാംലെറ്റിന് ഇൻഡിസിഷൻ, അദ്ദേഹത്തിന് തീരുമാനമെടുക്കാനുള്ള കഴിവുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഹോമറിന് ഒഡീസിയസ്, അദ്ദേഹം ഷിപ്രക്കഡ് ആയിരുന്നു, ഒരുപാട് കാലം യുദ്ധം ചെയ്തുകൊണ്ട് അദ്ദേഹം ജീവിച്ചു. പക്ഷേ 20 വർഷത്തോളം എടുത്തു യുദ്ധം ചെയ്തുകൊണ്ട് അദ്ദേഹം സ്വന്തം നാട്ടിലെത്താൻ. സെർവാന്റിസ് ഡോൺ ക്വിയോട്ടിൽ അദ്ദേഹം ആളുകളെല്ലാം അദ്ദേഹത്തെ മോക്ക് ചെയ്തിരുന്നു, അദ്ദേഹം സ്വയം ദൈവത്തിന്റെ പ്രതിനിധിയാണെന്ന് അദ്ദേഹം അവകാശപ്പെട്ടതുകൊണ്ടും അൺസിറ്റുവേഷണൽ ബിഹേവിയേഴ്സ് കൊണ്ടും പീസ്ഫുൾ സിറ്റുവേഷനിൽ പോലും സമാധാന സാഹചര്യങ്ങൾ പോലും അദ്ദേഹം യുദ്ധക്കോപ്പുകളുമായിട്ട് നടക്കുമായിരുന്നു. ഗദെ സോറോസ് ഓഫ് യങ് വേർദർ എന്നുള്ള നോവല് ഹോപ്പ്ലെസ് ലവ്, അന്യന്റെ ഭാര്യയെ സ്നേഹിച്ച വേർദറിനെയും അവസാനം വളരെ ദാരുണമായിട്ടുള്ള അന്ത്യം ഏറ്റുവാങ്ങേണ്ടി വന്ന വേർദറിനെയും പരാമർശിക്കുന്നു. ലിറ്ററേച്ചർ ആസ് എ മിറർ ഓഫ് ലൈഫ് എന്നാണ് പറയുന്നത്. ലൈഫിൻ്റെ എല്ലാ സാധ്യതകളെയും ലിറ്ററേച്ചറിൽ പ്രതിപാദിക്കുന്നുണ്ട്. പിന്നെ ലിറ്ററേച്ചറും സയൻസും തമ്മിലുള്ള കമ്പാരിസൺ പറഞ്ഞിട്ട്, ലിറ്ററേച്ചർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് സയൻസിൽ നിന്ന് വ്യത്യസ്തമാണ്. ലിറ്ററേച്ചറിൽ എമ്പതി, ആങ്കർ, ലവ് എല്ലാം വരുന്നുണ്ട്, പക്ഷേ സയൻസ് ഫാക്ച്വൽ ആണ്. ലിറ്ററേച്ചർ എന്ന് പറയുന്നത് റെഫ്യൂജീസിനെ വളരെയധികം സഹായിക്കുന്നുണ്ട്, പക്ഷേ മീഡിയാസ് ഇതിനെ ഡിസ്റ്റോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. സോ നെക്സ്റ്റ്, ക്രൈ ഓഫ് ദി ഗേളിൽ ഇമാനുവൽ ലാബ്രേറ്റ് ആണ് ഇതിലെ ഓദർ എന്ന് പറയുന്നത്. ഇമാനുവൽ ലാബ്രേറ്റ് ഇത് ഓട്ടോബയോഗ്രഫിക്കലാണ്. അപ്പോൾ അവരൊരു ഡഫ് ഓദറായിരുന്നു, പക്ഷേ എങ്ങനെ ഡഫ്നെസ് അവർ പിന്നീട് ഇതൊക്കെ തരണം ചെയ്തുകൊണ്ട് ഒരു വലിയ ലോകം കെട്ടിപ്പടുത്തു എന്നാണ് അവർ പറയുന്നത്. ഇതിൽ മൗവറ്റ് എന്നുള്ള അർത്ഥം മ്യൂട്ട് എന്നാണ്. മ്യൂട്ട് അതായത് സംസാരിക്കാനും കേൾക്കാനും കഴിയാത്ത. കടൽക്കാക്ക എങ്ങനെ കടലിന് മുകളിലൂടെ പോകുമ്പോൾ ആർത്ത് കരയുന്നു, പക്ഷേ ഒരു കാര്യവുമില്ല, കാരണം ആരും കേൾക്കുന്നില്ല. അവരുടെ മാക്സിമം ശ്രമിച്ചിട്ടും ആരും കേൾക്കാൻ കേൾക്കാൻ കഴിയുന്നില്ല എന്നാണ്, മറ്റാരും കേൾക്കാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. ഇതിൽ അങ്കിൾ ഫിഫോ ആണ് ആദ്യം സംശയം പ്രകടിപ്പിച്ചത് ഇമാൻ ലാബറേറ്റ് ഒരു ഡഫാണെന്ന്. പക്ഷേ പാരൻസ് അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ല, തൻ്റെ മകളൊരു ഡഫാണെന്ന് അവർ അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറുന്നില്ല. പക്ഷേ ഒരുപാട് ട്രീറ്റ്മെൻറ്റിലൂടെ അവർക്ക് മനസ്സിലായി അവർ ഡഫാണെന്ന്. പിന്നീട് ട്രൊസെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഒരു ഡോക്ടർ അവരെ വളരെയധികം നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തു. ബോറൽ മേസണി മെത്തേഡ്, പിന്നെ ഹിയറിംഗ് മെത്തേഡ്, ചെവിയിൽ സാമഗ്രികൾ കുടുക്കിക്കൊണ്ട് അവർക്ക് കേൾക്കാൻ കഴിയത്തക്ക വിധം പ്രൊനൗൺസ് ചെയ്യാനും ഉച്ചരിക്കാനും ഇവർക്ക് പഠിപ്പിച്ചു. ഇതിൽ പാരന്റൽ കെയർ ആൻഡ് അഫെക്ഷൻ ആണ് മെയിൻ തീമായിട്ട് വരുന്നത്. അവർ ഡഫാണെന്ന് അറിഞ്ഞിട്ട് പോലും അവരെ നല്ലവണ്ണം കെയർ ചെയ്യുന്നു എന്നാണ്
So next is Komalabai Santosh Chikkanam. ഇത് പെട്രോ പരാമ യുവാൻ റുൾഫോയുടെ മെക്സിക്കൻ ഓതറായിട്ടുള്ള യുവാൻ റുൾഫോയുടെ പെട്രോ പരാമയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. കുണ്ടൂർ വിഷനാണ് പ്രോട്ടഗോണിസ്റ്റ്. അദ്ദേഹം ബാങ്കിൽ നിന്നും ലോൺ എടുത്ത് മറ്റൊരാൾക്ക് ജാമ്യം നിന്നതാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരാൾ അദ്ദേഹത്തെ ഡെസീവ് ചെയ്തു, ചതിച്ചു. ബാങ്കിൽ പണമെടുക്കാതെ അദ്ദേഹം മുങ്ങി. അദ്ദേഹത്തിൻ്റെ പേര് സുധാകരനാണ്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്മേറ്റ് തന്നെയാണ്. വീട് ജപ്തി ഭീഷണിയിലാണ്. എങ്ങനെയാണ് ഇത് മീഡിയ വളച്ചൊടിക്കുന്നത്, രീതിയിൽ എണ്ണ ഒഴിക്കുന്നത് എന്നാണ് ഇതിൽ. ന്യൂസ് ഹവറിൽ ഗസ്റ്റുകളായിട്ട് മാധവൻ നായരുണ്ട്, അദ്ദേഹം ബാങ്ക് സെക്രട്ടറിയാണ്. ഡോക്ടർ ഫാത്തിമ ബീഗം ഉണ്ട്, ഡോക്ടർ നന്ദകുമാറുണ്ട്, സൈക്കോളജിസ്റ്റ് ആണ് ഡോക്ടർ നന്ദകുമാർ. പിന്നെ അവസാനം ഒരു ഒപ്പീനിയൻ പോൾ വെക്കാണ്, വിഷൻ ആത്മഹത്യ ചെയ്യുമോ ഇല്ലയോ എന്നുള്ള വേണ്ടാത്ത ഡിസ്കഷൻ അവിടെ നടത്തുകയാണ്. അശോകൻ എന്ന പേര് ലൈബ്രറിയൻ, അദ്ദേഹം ലൈബ്രറിയിൽ കയറി ഈ ഒരു പെഡ്രോ പരാമ എന്നുള്ള നോവൽ വായിക്കാണ് വിശ്വൻ. പിന്നെ തട്ടുകടയുടെ അടുത്തിൽ നിന്നും ഒരു ആക്സിഡന്റ് നടക്കുകയും അദ്ദേഹത്തെ രക്ഷിക്കുകയും ചെയ്യാനുള്ള ശ്രമത്തിൽ, പക്ഷെ ആരും അദ്ദേഹത്തെ സഹായിച്ചില്ല. ഒരാൾ ഇഞ്ചുറി പറ്റി കിടക്കുമ്പോൾ മറ്റുള്ള ആളുകളൊന്നും അദ്ദേഹത്തെ സഹായിച്ചില്ല. പക്ഷെ വിശ്വൻ അദ്ദേഹത്തെ സഹായിക്കാൻ ഒരുമിടുകയാണ്. അങ്ങനെ ഒരു മധ്യവയസ്കൻ വരികയും, പക്ഷെ അദ്ദേഹത്തിന് വീടെത്തിയപ്പോൾ ഇറങ്ങുകയും, അപ്പോൾ ഇത് കൊമാല തന്നെയാണോ എന്നാണ് അദ്ദേഹം സംശയിക്കുന്നത്. പക്ഷെ അദ്ദേഹം പറയുന്നത് അദ്ദേഹം സൂയിസൈഡ് എന്നുള്ള തീരുമാനം മാറ്റുകയാണ്. ഈ ഇഞ്ചേർഡ് ആയിട്ടുള്ള പേഴ്സൺ മരിച്ചു, അദ്ദേഹത്തിന് 2 തുള്ളി വെള്ളം, അതാണ് അദ്ദേഹത്തിൻ്റെ കടമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആത്മഹത്യ എന്നുള്ള തീരുമാനം അദ്ദേഹം മാറ്റിവെക്കുകയാണ് കൊമാലയിൽ. സോ നെക്സ്റ്റ് ഈസ് ആവറേജ് വേവ്സ് ഇൻ അൺപ്രൊട്ടക്റ്റഡ് വാട്ടേഴ്സ് ബൈ ആൻ ടൈലർ, അമേരിക്കൻ നോവലിസ്റ്റ് ആണ് അവർ. ബെറ്റ് ബെൽവിൻസ് എന്ന് പറയുന്നത് ആണൽ ബെൽവിൻസിൻ്റെ അമ്മയാണ്. ആണൽ ബെൽവിൻസിന് 9 വയസ്സാണുള്ളത്. ആണൽ ബെൽവിൻസ് ഒരു മെന്റലി റിട്ടാർഡഡ് പേഴ്സൺ ആണ്. സമൂഹത്തിൽ ഒരുപാട് പരാധീനതകൾ നേരിടുന്ന, ഫിസിക്കലി മെന്റലി അദ്ദേഹം ഒരുപാട് മെന്റലി അദ്ദേഹത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മെന്റലി റിട്ടാർഡഡ് സൺ ആണ്. അപ്പോൾ അദ്ദേഹത്തെ ഹോസ്പിറ്റലൈസ് ചെയ്യാൻ വേണ്ടി ആണൽ ബെറ്റ് ബെൽവിൻസ് പോവുകയാണ്. പാർക്കിൻസ് വില്ലെ ഹോസ്പിറ്റലിലേക്കാണ് അവർ പോകുന്നത്. മിസ്സിസ് പക്കറ്റ് ആയിരുന്നു അവരുടെ നൈബർ. അതായത് മിസ്സിസ് പക്കറ്റ് എപ്പോഴും ആണൽ ബെൽവിൻസ് ചെറുപ്പത്തിൽ അപ്പം തൊട്ടേ കുക്കീസ് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ബെറ്റ് ബെൽവിൻസ് ഇത്ര വളർന്നിട്ട് പോലും അവരെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല, കാരണം അവർ മെന്റലി റിട്ടാർഡഡ് ആണ്. അപ്പോൾ അവരെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ നോക്കുമ്പോഴും അവർക്ക് കുക്കീസ് കൊടുക്കാൻ നോക്കിയിട്ട് ആണൽ ബെൽവിൻസ് വാങ്ങുന്നുണ്ട്, പക്ഷെ അദ്ദേഹത്തിന് നൈബറിനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു സന്ദർഭമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പം ഇത് കണ്ടുകൊണ്ട് അമ്മ കരയുകയാണ്. എയ്വറിയാണ് അവരുടെ ഹസ്ബൻഡ് എന്ന് പറയുന്നത്, ബെറ്റ് ബെൽവിൻസിന്റെ ഹസ്ബൻഡ്. അപ്പോൾ അവർ ഡിവോഴ്സ് ചെയ്തു. മകൻ ഇങ്ങനെ പ്രശ്നം ഉണ്ടെന്ന് കേട്ടപ്പോൾ ഡിവോഴ്സ് ചെയ്തു. അപ്പോൾ ഇനി ഒറ്റയ്ക്കാണ് പോരാട്ടം. അപ്പോൾ എങ്ങനെ മദർ ഇവരെ കെയർ ചെയ്യുന്നു, സ്നേഹം കൊടുത്തുകൊണ്ട്. പിന്നെ അദ്ദേഹം ക്യാബ് ഡ്രൈവറെ സഹായത്തോടു കൂടി അദ്ദേഹം ഹോസ്പിറ്റലിലേക്ക് പോവുകയും അവിടെ പാർക്കിൻസ് വില്ലെ ഹോസ്പിറ്റലിൽ നേഴ്സിനെ ഏൽപ്പിക്കുകയും ചെയ്തു ഇദ്ദേഹത്തെ. കാരണം സിവിയർ ആയിരുന്നു കണ്ടീഷൻ. അപ്പോൾ കുറച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ ശരിയാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നേഴ്സ് അവരെ തിരിച്ചയച്ചു. 20 മിനിറ്റിന് ശേഷം 20 മിനിറ്റ് സ്പീച്ച് ബെറ്റ് ബെൽവിൻസ് ട്രെയിൻ സ്റ്റേഷനിൽ നിന്നും ഇടയാവുകയാണ്. കാരണം ഈ ഒരു സ്പീച്ച് കേട്ടിട്ട് അവർക്ക് ഓർമ്മ വരുന്നത് എല്ലാവരും ഈ ഒരു വേൾഡിൽ ദേ ആർ ആക്ടിങ് ദെയർ റോൾസ്. പക്ഷേ ഈ ഒരു സ്പീച്ച് അവർക്ക് ഒരുപാട് ആശ്വാസം പകർന്നു. ഇതിലെ തീംസ് എന്ന് പറയുന്നത് ഒരു വർക്കിംഗ് ക്ലാസ് വിമൻ എങ്ങനെ കഷ്ടപ്പെടുന്നു, ഒരു ഡിവോഴ്സി ആയിട്ടുള്ള വിമൻ എങ്ങനെ കഷ്ടപ്പെടുന്നു, ഐഡൻറ്റിറ്റി ക്രൈസിസ്, പാരൻറ്റിങ്, സെൽഫ് ഡിസ്കവറി, ഇതൊക്കെയാണ് ഇതിലെ തീം. ഒരു വർക്കിംഗ് ക്ലാസ് വിമൻ്റെ കഷ്ടതകളാണ് ഇതിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. So all the best my dear students. This is a short summary. This is a last minute summaries for you. So best wishes dears. Thank you.